ഈ തമ്പനയിൽ കണ്ടിട്ട് ആരും ആശങ്കപ്പെടേണ്ട. ഈ പറയപ്പെട്ട ഡേറ്റിൻ്റെ മുമ്പ് ഇന്ന് ശംസുൽ ഉലമ എന്ന് വിളിക്കുന്ന മറുപക്ഷത്തുള്ള ഒരാൾ പോലും ശംസുൽ ഉലമ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല, ആദരിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. എന്താണ് ഈ ഡേറ്റിൻ്റെ പ്രത്യേകത? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപപ്പെടുത്തത് തന്നെ ബിദ്അത്തുകാരുമായി വേദി പങ്കിടാൻ പാടില്ല, സഹകരണം പാടില്ല, അവരുമായി കൂടിപ്പെരുമാറാൻ പാടില്ല എന്ന് സമസ്ത തീരുമാനിക്കുകയും ആ സമസ്തയുടെ നയങ്ങളും പരിപാടികളും ഫത്വകളായിട്ടും റിപ്പോർട്ടുകളായിട്ടും കാലാകാലങ്ങളിലായി ഇറക്കുകയും അതിൽ പ്രധാനിയുമായിരുന്നു ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ആ തർക്കുൽ മുവാലാത്ത് ലംഘിച്ചുകൊണ്ട് മുസ്ലിമിൻ്റെ ഭയങ്കര പ്രശ്നങ്ങൾ നേരിട്ടു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ആ കോൺഗ്രസ് എംഎൽഎമാരോടോ എം പിമാരോടോ ലീഗിൻ്റെ 2 എം പിമാരോടോ പറഞ്ഞ് പരിഹരിക്കേണ്ട വിഷയമുള്ളൂ മുസ്ലിം സമുദായത്തിൻ്റെ. കാരണം കോൺഗ്രസ് 400 സീറ്റിന് ഭൂരിപക്ഷമുള്ള സമയമാണ്. 400 സീറ്റുണ്ട് 550 സീറ്റിൽ. ആ സമയത്ത് കോൺഗ്രസ് ഭരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സമുദായത്തെ താങ്ങുന്ന രാഷ്ട്രീയ പാർട്ടി ഒപ്പമുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി, മുസ്ലിം സമൂഹത്തിന് ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ പ്രതിസന്ധിയുള്ള ഇപ്പോഴാണ്. ഇപ്പോൾ ഈ മോഡി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധികളുള്ളത്. അപ്പോൾ അതുവരെയും പുലർത്തിപ്പോന്നിരുന്ന ആ തർക്കുൽ മുവാലത്ത് എന്ന സുന്നത്ത് ജമാഅത്തിൻ്റെയും സമസ്തയുടെയും അടിസ്ഥാന ആശയത്തിന് വിരുദ്ധമായി ജനറൽ സെക്രട്ടറി മുതലക്കുളത്ത് ചേർന്ന സകലഗുലാബി മുന്നണി യോഗത്തിൽ അബുൽ ഹസൻ അലി നദ്വി എന്ന തബ്ലീഗുകാരനായ ബിദ്അത്തുകാരനോടൊപ്പം പങ്കെടുത്ത ഒരു ഡേറ്റാണ് 13/11/1985. സമസ്തയുടെ സമ്മേളനം 60-ാം വാർഷികം കഴിഞ്ഞതിന് ശേഷമുള്ള ഏകദേശം 7-8 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരിയിലാണ് 3-നാണ് സമസ്ത സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ വെച്ച് സർവ്വ വഹാബികളെയും സർവ്വ മുജാഹിദുകളെയും സർവ്വ ഖാദിയാനികളെയും അറബിക്കടലിലേക്ക് തള്ളിയതാണെന്ന് ജനറൽ സെക്രട്ടറി. പിന്നെ അവരൊക്കെ മാന്തി മുങ്ങിയെടുത്തത് ഈ പറയപ്പെട്ട ഡേറ്റിനാണ്. അപ്പോൾ ഇതൊരു കട്ട് ഓഫ് ഡേറ്റാണ്. അപ്പോൾ അതുവരെയും ശംസുൽ ഉലമ മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അതപ്പതിച്ചാൽ ശംസുൽ ഉലമയാകും എന്നായിരുന്നു ഈ പറയപ്പെട്ട ചേളാരികൾ രഹസ്യമായിട്ട് ചിലരും പരസ്യമായി പലരും പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അന്ന് വഹാബികളുമായി കൂടിപ്പെരുമാറുക എന്നതാണ് ലീഗിൻ്റെ തത്വശാസ്ത്രം. അതിലേക്ക് അദ്ദേഹം അങ്ങോട്ട് മറുകണ്ഠം ചാടിയപ്പോൾ അതുവരെ മൃഗമായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആ പണ്ഡിതൻ ശംസുൽ ഉലമ എന്ന സർട്ടിഫിക്കറ്റിന് അർഹനായി. അവിടെ നിന്ന് ആ വേദിയിൽ നിന്ന് നദ്വിയാണോ കൊടുത്തത് എന്നറിയില്ല. ഏതായാലും ഇവർക്കുള്ള ശംസുൽ ഉലമ സർട്ടിഫിക്കറ്റ് ആ വേദി മുതലാണ് തുടങ്ങിയത്. പിറ്റേ ദിവസം മുതൽ അന്ന് രാത്രി മുതലാണ് അദ്ദേഹത്തെ ഏകദേശം ഒരു 6 മണിൻ്റെ ശേഷം 5 മണിക്കൊക്കെ പറയാം, ആ സമയം മുതലാണ് അദ്ദേഹം പങ്കെടുത്തത്. അന്ന് മുതലാണ് അദ്ദേഹത്തിന് ആ ടൈറ്റൽ ഈ ചേളാരികൾ കൊടുത്തിട്ടുള്ളത്. അതേസമയം അദ്ദേഹത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എ.പി. ഉസ്താദിനെ അനുകൂലിക്കുന്ന അന്നും ഇന്നുമുള്ള അന്ന് രണ്ടാളും ഒരുപോലെ ഇരുന്നല്ല. അവിടെ നിന്ന് മറുകണ്ഠം ചാടിയിട്ടാണ് അദ്ദേഹം പോയത്. അവർ അന്നും ഇന്നും ശംസുൽ ഉലമ എന്ന് വിളിക്കുന്നുണ്ട്. അതേസമയം ഇവരിൽപ്പെട്ട ഒരാൾ പോലും ചൂണ്ടിക്കാണിക്കാനില്ല അതിനു മുമ്പ് ശംസുൽ ഉലമ വിളിച്ചത്. അപ്പോൾ അവർ സംബന്ധിച്ചിടത്തോളം ശംസുൽ ഉലമ എന്ന പട്ടം അവർക്ക് വിളിക്കാൻ പറ്റുന്ന യോഗ്യതയിൽ ആ നദ്വിൻ്റെ സ്റ്റേജിൽ നിന്നാണ് കിട്ടിയത് എന്നാണ് സുന്നി കേരളം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇതൊരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ ഡേറ്റ് ഇപ്പം എന്താ അങ്ങനെ ഒരു പ്രത്യേകത, അന്നൊരു സന്നദ്ധാന സമ്മേളനം നടന്നിരുന്നോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഏറ്റവും വലിയ സന്നദ്ധാന സമ്മേളനമായിരുന്നു അതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ വലിയ ആദരവോടെയും സ്നേഹത്തോടെയും അർഹിക്കുന്നതിലും അധികമുള്ള ബഹുമാന വാചകങ്ങളോടും കൂടെയാണ് ഇന്ന് ചേളാരി വിഭാഗവും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ അഭിസംബോധന ചെയ്യാറുള്ളതും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നതും മരിച്ചതിന് ശേഷം ദറജ കൂടിയതുപോലെ ഇവരൊക്കെ അവതരിപ്പിക്കാറുള്ളതും. എന്നാൽ ഇതൊരു നിത്യസ്വഭാവമായിരുന്നോ? ഈ ചേളാരികളുടെ ഇന്നത്തെ പഴയ ആൾക്കാരും അതുപോലെ ലീഗിൻ്റെ അന്നത്തെ നേതാക്കന്മാരും ഇ.കെയും തമ്മിൽ അങ്ങനെ ആയിരുന്നോ ബന്ധം? അവരെ സ്നേഹിച്ചുകൊണ്ടായിരുന്നോ? ഇ.കെയെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടായിരുന്നോ ലീഗിൻ്റെ നേതാക്കളും ചേളാരിയുടെ പൂർവികരും ഇന്നുള്ള വയസ്സായ ആ ചേളാരിയിൽ തന്നെ ഉള്ള
ആളുകളും കൈകാര്യം ചെയ്തിരുന്നത്, മുന്നോട്ട് പോയിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് നാം ഇവിടെ നടത്തുന്നത്. ഇന്ന് ശംസുലുലമ എന്ന് പറയാതെ EK അബൂബക്കർ മുസ്ലിയാരെ ഇവർ പേര് പറയുന്നത് പോലും അദബുകേടും ആദരവ് കുറവുമായിട്ട് വിലയിരുത്താറുണ്ടായിരുന്നു. എന്നാൽ ഒരു കാലഗതി എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു കാലത്ത് APയും EKയും ഒറ്റക്കെട്ടായിരുന്നു. എന്നുവെച്ചാൽ അതൊരു ഗ്രൂപ്പും മലപ്പുറം പണ്ഡിതന്മാരും അവരുടെ കുറച്ച് ആൾക്കാർ, സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗത്തൊക്കെ ഉള്ള കുറഞ്ഞ ആൾക്കാരും അവരൊരു വിഭാഗം, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് തിരിഞ്ഞിട്ടില്ലെങ്കിലും 85 വരെയുമുള്ള അവസ്ഥ, 1985 വരെയും സമസ്ത സമ്മേളനം നടക്കുന്ന 60ാം വാർഷികം നടക്കുന്ന ആ സമയം വരെയും ഇതിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. EKയും APയും ഒറ്റ ഘട്ടും ഒറ്റ ആദർശത്തിലും ഒരേ സംഘടനയിലും ഒരേ കാഴ്ചപ്പാടിലും ഒരേ സഹായത്തിലും ആയിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട്. അതിനെതിരെ ആ കൂട്ടുകെട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ടും അതിനെ പരിഹസിച്ചുകൊണ്ടും അതിനെതിരെയുമായിരുന്നു മലപ്പുറം പണ്ഡിതന്മാരും അവരുടെ പിണയാളുകളുമൊക്കെ അന്ന് നീങ്ങിയിരുന്നത്. അവർക്കൊപ്പം എല്ലാവിധ സഹകരണവും നൽകിക്കൊണ്ടായിരുന്നു ലീഗ് മുന്നേറിയിരുന്നത്. എന്തുകൊണ്ടാണ് അന്ന് EK അബൂബക്കർ മുസ്ലിയാരെ ലീഗ് സപ്പോർട്ട് ചെയ്യാതെ വെറും EKയായി അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട സ്ഥാനത്ത് തന്നെ പറയാതെ, അല്ലെങ്കിൽ ക്ഷണിക്കേണ്ട ഭാഗങ്ങളിലേക്ക് പോലും ക്ഷണിക്കാതെ അദ്ദേഹത്തെ അവഗണിക്കാൻ അവർ തയ്യാറായിരുന്നത്? ഒരേ ഒരു മാനദണ്ഡം മാത്രമാണ് ലീഗിന് അന്നും ഇന്നുമുള്ളത്. ലീഗിനെ ബഹുമാനിക്കുമോ സ്നേഹിക്കുമോ, ലീഗിന് റാൻമൂളുമോ, അവൻ ശംസുലുലമയാണ്, അവൻ പണ്ഡിതനാണ്, അവൻ കാലത്തിൻ്റെ ചുമരെഴുത്ത് വായിച്ചവനാണ്. ഇതാണല്ലോ ഇപ്പോഴും ലീഗിൻ്റെ നിലപാട്. എന്നാൽ അന്ന് ശക്തമായി AP ഉസ്താദിനെ പോലെ തന്നെ സുന്നത്തി ജമാഅത്ത് കർശനമായി പറയുകയും വഹാബികളുമായി അടരാടുകയും കേരളത്തിൽ ഈ വഹാബിസം വളരാൻ ലീഗിൻ്റെ അഡ്രസ്സും ലീഗിൻ്റെ ശക്തിയും ലീഗിൻ്റെ വോട്ടും വാങ്ങിയിട്ട്, ലീഗിൻ്റെ വോട്ടല്ല ലീഗിലൂടെ സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ട് ആ സുന്നികളെ തകർക്കാനും അവസാനത്തുള്ളി രക്തം വരെയും ഞാൻ വഹാബി പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്തുമെന്ന് 99% വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് സീതി ഹാജി എന്ന് പറയുന്ന ലീഗിൻ്റെ നേതാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെയാണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം കിടക്കുന്നത്. ആ രീതിയിൽ സുന്നികളെ ഊറ്റിക്കുടിച്ചുകൊണ്ട് സുന്നികളുടെ ശക്തി കൊണ്ട് ലീഗിലൂടെ ആവുമ്പോൾ പിന്നെ ആർക്കും വഹാബി സുന്നി എന്ന് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞാൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളൂല. അത് വിശാലമായ കാഴ്ചപ്പാടിനെതിരാണ്. അതുകൊണ്ട് തന്നെ ലീഗിനെ പുകമറയാക്കിയിട്ട് വഹാബിസം വളരുകയായിരുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നവർ മുഴുവനും ലീഗിൻ്റെ ശത്രുക്കളായി. അതുപോലെ ശത്രുക്കളായ ഒരാളായിരുന്നു EK അബൂബക്കർ മുസ്ലിയാരും. അന്ന് ലീഗിൻ്റെയും അതുപോലെ ചേളാരി വിഭാഗത്തിൻ്റെ പൂർവികരുടെയും ഒന്നാം ശത്രു AP അബൂബക്കർ മുസ്ലിയാർ ആയിരുന്നില്ല, AP ഉസ്താദ് ആയിരുന്നില്ല. AP ഉസ്താദിനുള്ള കുറ്റം ഏറ്റവും വലിയ എതിരാളിയായി നിൽക്കുന്ന EK അബൂബക്കർ മുസ്ലിയാരെ പിന്തുണച്ചുകൊണ്ട് നിന്നിരുന്നു എന്ന കുറ്റം മാത്രമേ AP ഉസ്താദിനെ അവർ കണ്ടിരുന്നുള്ളൂ. അല്ലാതെ പ്രത്യേകമായി AP ഉസ്താദിനോട് എതിർപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ രണ്ടും ഒറ്റക്കെട്ടായിരുന്നു 85 വരെയും, സമസ്ത സമ്മേളനം നടക്കുന്നത് വരെയും. അതിന് ശേഷമാണ് ഈ മുസ്ലിങ്ങളെല്ലാം സമസ്തയുടെ പിന്നിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ അഡ്രസ്സ് ഡൽഹിയിലും മറ്റിടത്തൊക്കെ നഷ്ടപ്പെടും. ആകെ 2 എംപിമാരാണുള്ളത്. ഇനിയിപ്പോൾ അത് തന്നെ കുറയും, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമില്ല, കേരളത്തിൽ അവരൊന്നുമല്ല എന്ന് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സഖ്യകക്ഷിയാകുന്ന, സഖ്യകക്ഷി എന്ന് പേരിനുള്ളൂ, ഇവർക്ക് മന്ത്രിസ്ഥാനമോ ഒരു PA സ്ഥാനം വരെ കൊടുക്കൂല. പക്ഷേ പിന്തുണ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ എല്ലാ സീറ്റിലും ഈ ലീഗിൻ്റെ പിന്തുണ വേണം. അങ്ങനെ ഇവർ ഒരു അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. മന്ത്രിസ്ഥാനം ചോദിക്കാനും വയ്യില്ല, ചോദിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് ആ രീതിയിൽ സഖ്യകക്ഷിയാണ് എന്നും പറയും. അത് ആ കക്ഷിയോട് പോയി, ആ കക്ഷിയുടെ നേതാവാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അദ്ദേഹത്തെ നേരിട്ട് പോയി ഷാബാനു കേസ് പ്രശ്നത്തിൽ ശരീഅത്തിനെ വിവാദമാക്കിയതോടുകൂടെ അതിൻ്റെ വിഷയങ്ങളൊക്കെ നേരിട്ട് സമസ്തയുടെ പ്രതിനിധി, കേരള മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി സമസ്തയുടെ നേതാക്കൾ പോയി പറയുക എന്ന തീരുമാനത്തിൽ മുഷാവറ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് പോയി പറഞ്ഞാൽ പിന്നെ ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് സമുദായത്തിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് നിലനിൽക്കുന്നത്. ശിലാന്യാസം നടത്തിയത് തർക്കഭൂമിയിലായിട്ട് പോലും അല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച പാർട്ടിയാണത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ സമുദായത്തിൻ്റെ കുത്തകക്കാരാണ്, ഞങ്ങളെക്കാളും ഓവർടേക്ക് ചെയ്യുന്ന ഒരു മതസംഘടനയോ അത് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. അതുകൊണ്ട് അവർ APയും EKയും ഒറ്റക്കെട്ടായി നിന്നിരുന്ന ആ
അവസ്ഥയിൽ നിന്ന് ശക്തമായി ഈക്കയെ വിലക്കെടുക്കുകയും അങ്ങനെ ഈക്കയെ അവർ പറയുന്ന രീതിയിൽ തുള്ളിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടെ അന്ന് വരെയും ഈക്കയായിരുന്ന അദ്ദേഹം അവർക്ക് വലിയ കുത്തുബുൽ അഖ്താബും വലിയ ശംസുൽ ഉലമയുമായി. അപ്പോൾ അതാണ് ഈക്കയുടെ യഥാർത്ഥ ചരിത്രം. എന്ന് വെച്ചാൽ ഈക്കയുടെ കാലുമാറ്റം വരെയും അദ്ദേഹം സാധാരണ ഒരു ഈക്കയായിരുന്നു. മാത്രമല്ല ഒരു മനുഷ്യൻ തന്നെയാണെന്നവർക്ക് സംശയമായിരുന്നു. ലീഗുകാരനായ ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ സപ്പോർട്ടോടുകൂടെ മലപ്പുറത്തിൽ നിന്നും പുറത്തിറങ്ങിയിരുന്ന മാപ്പിളനാടി എന്ന പത്രത്തിൽ ഈ കെ അബൂബക്കർ മുസ്ലിയാരെ വിമർശിച്ചതുപോലെ എ പി ഉസ്താദിനെ വിമർശിച്ചിട്ടില്ല, മറ്റാരെയും വിമർശിച്ചിട്ടില്ല. അവരെന്താണ് എഴുതിയത്? മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകും, മൃഗം ദുഷിച്ചാൽ ശംസുല്ലുലമയാകും എന്ന് വെച്ചാൽ കെ ആകുമെന്ന്. ആരാ എഴുതിയത്? ലീഗുകാരാണ് എഴുതിയത്. ലീഗിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി ഈ അടുത്ത് മരിച്ച MI തങ്ങളായിരുന്നു അതിൻ്റെ ഒരു പത്രാധിപർ. മലപ്പുറം കമ്മു ആയിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ. ഈ കമ്മു മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം വർഷങ്ങളാണ് ആയത്. മരിക്കുന്നത് വരെയും മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും വലിയ നേതാവുമായിരുന്നു. അങ്ങനത്തെ കമ്മു ആണ് ഈ പത്രം നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ചന്ദ്രികയിൽ 8 സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന് അനുസ്മരണവും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നത്. അത്രമാത്രം ലീഗിൽ ആണ്ടുപൂണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഈ കമ്മു എന്ന് പറയുന്ന ആൾ. അദ്ദേഹം നടത്തുന്ന പത്രമാണ്. ലീഗ് നേരിട്ട് ഇത് പറയില്ല. അതേസമയം പല ഉപജാപ വൃത്തങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കില്ല. കാരണം ഒരു വലിയ പണ്ഡിതനെ ഇങ്ങനെയൊക്കെ വിമർശിച്ചാൽ ആളുകൾ തിരിയുമല്ലോ, സമസ്തൻ്റെ സെക്രട്ടറി അല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അന്ന് കെയുമല്ല മൃഗത്തിനേക്കാളും മതപ്പതിച്ചവരായിട്ട് എന്ന മനോഭാവമായിരുന്നു എല്ലാ ലീഗുകാരും ഉള്ളിൽ വെച്ച് പുലർത്തിയിരുന്ന നയം. പുറത്ത് പിന്നെ ഉസ്താദ് ഷെയ്ഖ് എന്നൊക്കെ പറയുമെങ്കിലും കെ എന്നൊക്കെ പറയുമെങ്കിലും അതിപ്പോൾ ആളുകളോട് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയായിരുന്നു. അങ്ങനെ ആ ഒറ്റക്കെട്ടിൽ നിന്നും കാലുമാറി ഡൽഹിയിലേക്ക് സമസ്തയുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി പോകണമെന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ലീഗിൻ്റെ കൂടെ ലീഗ് പറയുന്ന അതിന് ഒപ്പുവെക്കുകയും ലീഗ് തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ സമസ്തനെ കൊണ്ട് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ അവർ മാറ്റിയെടുത്തു. അതോടുകൂടെ അവർക്ക് പുണ്യവാളനായി. ഇത് പറയുന്നതിൽ ഇത് സത്യമായ വാർത്തയാണ്, സത്യമാണ്. ഇത് സത്യമല്ലാന്ന് തെളിയിക്കാൻ അവരുടെ പ്രസിദ്ധീകരണം കൊണ്ടുവന്നുകൊണ്ട് തെളിയിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. ഞാൻ ഈ ലീഗിൻ്റെ മുഖപത്രം കൊണ്ടാണ് കെയെ അവർ വിമർശിച്ചിരുന്നതും അവർ വെറും കെ ആയിട്ടും കെക്ക് ഇല്ലാത്ത വേറെ സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടൊക്കെ ആയിരുന്നു അവർ വിലയിരുത്തിയിരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ് കെക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പോഴേക്കും, അതായത് ഇവിടെ ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ വിമതന്മാരുടെയൊക്കെ സഹായത്തോടു കൂടെ സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സമയത്ത് സുന്നികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വഖഫ് ബോർഡിലോ മറ്റോ ഒരു സ്ഥാനം കിട്ടിയാൽ അത് ഒരിക്കൽ കെ അബൂബക്കർ മുസ്ലിയാർക്ക് കിട്ടി, വഖഫ് ബോർഡിന് മെമ്പറായിട്ട്. അപ്പം അതിനെക്കുറിച്ച് അന്ന് ചന്ദ്രിക എഴുതിയത് എന്താണ്? ആജീവനാന്തം ലീഗ് വിരോധം കൈമുതലാക്കിയ ഒരു മുസ്ലിയാരും വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ആരാണ് കെ അബൂബക്കർ മുസ്ലിയാർ? ആജീവനാന്തം തന്നെ മരിക്കേണ്ട വരെയും പിന്നെ ലീഗ് വിരോധം ഉണ്ടായിട്ടില്ല, അതുവരെയും ലീഗിനെതിരെ നീങ്ങിയിരുന്നു. അങ്ങനത്തെ ഒരാൾ, ഒരു മുസ്ലിയാർ, പേര് പറയാനും കൂടി അവർക്ക് താല്പര്യമില്ല, അറപ്പും വെറുപ്പുമാണ്. അതിന് പുറമെ 84-ലാണ് സിറാജ് ദിനപത്രം പുറത്തിറങ്ങുന്നത്. ആ സിറാജ് ദിനപത്രം പുറത്തിറങ്ങുന്ന അന്ന് അത് പ്രകാശന ചടങ്ങിൽ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ട്, കോട്ടുമല ഉസ്താദാണ് പ്രകാശനം ചെയ്തത്, ഉള്ളാൾ തങ്ങളുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്, സമസ്തയുടെ അഭിവന്യരായ എല്ലാ നേതാക്കളും. ആ സദസ്സിൽ വെച്ച് കെ അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു പ്രഭാഷണം, സുന്നികൾ അസുന്നികളുമായി കൂടാൻ പാടില്ല, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല, അവരുമായി മാറ്റി നിർത്തണമെന്നത് സമസ്തയുടെ പ്രഖ്യാപിത നിലപാടാണ് എന്ന് വളരെ ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്നതിന് ലീഗിന് പറ്റില്ല. എല്ലാവരും ഒന്നിച്ചാണെന്നാണ് ലീഗ് പറയുന്നത്. സുന്നികൾ എന്ന് മാത്രം തന്നെയാണ്ട് അത് ലീഗിന് ദേഷ്യം പിടിപ്പിക്കും. അപ്പോൾ എന്നതുപോലെ കെ അബൂബക്കർ മുസ്ലിയാർ സാധാരണ അദ്ദേഹം അതുവരെയും പറഞ്ഞു വന്നിരുന്ന ആ പ്രഖ്യാപനം അവിടെ നിന്നും നടത്തി. സുന്നികളായിട്ട് അസ്തിത്വത്തോടെ നിലനിൽക്കണമെങ്കിൽ അവർ മറ്റുള്ളവരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയ സിറാജിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ. അപ്പോൾ സിറാജ് പ്രകാശിച്ചതിൻ്റെ റിപ്പോർട്ട് 1984 ഏപ്രിൽ 29-നാണ് സിറാജിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടനം നടന്ന റിപ്പോർട്ട് ചന്ദ്രിക ദിനപത്രം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ചിത്രവും കാണാം, അതിലെ ആശയങ്ങൾ നാം വായിക്കുകയും ചെയ്യാം.
സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രം കാണാവുന്നതാണ്, അതിൻ്റെ ഇമേജ് കാണാം. സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണം. ഈക്കെ ശംസുലമയില്ല, ഈക്കെ അബൂബക്കർ മുസ്ലിയായിരുന്നില്ല, ഈക്കെ. എന്നിട്ട് അവിടെ കൊടുക്കുന്ന റിപ്പോർട്ട്, സുന്നികൾ മറ്റുള്ളവരുമായി ഇടകലർന്നതാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്നും നിലവിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അവരെ വേർതിരിച്ചു നിർത്തൽ അനിവാര്യമാണെന്നും ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ശംസുലുലമ ഇല്ല, ഷെയ്ഖുൽ ഇസ്ലാം എന്നില്ല, ഒന്നുമില്ല. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് അവർ എഴുതുന്നു, ഇപ്പോൾ സുന്നികളെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും വേർപെടുത്താൻ തങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി ഉപദേശക സമിതി മെമ്പർ കൂടിയായ ഇ.കെ. പ്രഖ്യാപിച്ചു. അന്ന് ഒരു സുന്നികളുടെ പാർട്ടി എന്ന് പറഞ്ഞാണ്ട് ലീഗേരനെ ഇറക്കുമതി ചെയ്ത ഒരു പാർട്ടിയായിരുന്നു. കാരണം നാട്ടിക മൗലവിയായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പം പിന്നെ ആരുണ്ടാക്കിയതാണെന്ന് എല്ലാവർക്കും തിരിയല്ലോ. ലീഗേര് ആസൂത്രണം ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്, അവസാനം അത് തുമ്പും പാലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏതായാലും അങ്ങനത്തെ ഡെമോക്രാറ്റിക് പാർട്ടി, ലീഗിനെതിരുള്ള ആ പാർട്ടിയുടെ ഉപദേശക സമിതി മെമ്പറാണ് ഇ.കെ. എന്നുള്ളൊരു പരിഹാസം ആരാണ് നടത്തുന്നത്? ഇപ്പം ശംസുലുലമാന്ന് തേനും പാലും കൂട്ടി വിളിക്കുന്ന ലീഗിൻ്റെ ആ ലീഗ് നടത്തുന്ന പത്രത്തിൻ്റെയും ലീഗുകാരൊക്കെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെ ആയിരുന്നു. ബാഫക്കി യത്തീംഖാനുണ്ട സമസ്തൻ്റെ കീഴിൽ, താലൂക്ക് കമ്മിറ്റിയുടെ കീഴിൽ, തിരൂർ താലൂക്ക് കമ്മിറ്റിൻ്റെ കീഴിൽ, അവിടുത്തെ ഒരു വാർഷിക സമ്മേളനത്തിൽ ഇ.കെ. ക്ഷണിക്കണമെന്ന് സ്വാഗത സംഘത്തിൻ്റെ യോഗത്തിൽ ഒന്നോ രണ്ടോളം ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ തിരൂരുണ്ടായിരുന്ന ഒരു മുൻ MLA അദ്ദേഹം പറഞ്ഞത്, ആ സാധനം, ആ പേര് നമുക്ക് പറയാൻ കഴിയില്ല, ഖുർആനിൽ ബൽആമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ആര്? ശംസുലുലമാന്ന് തേനും പാലും കൂട്ടിയിട്ട് വിളിക്കുന്നവരെ. അപ്പൊ അന്ന് ശംസുലുലമയല്ല, അന്നെന്താണ്? ഇ.കെ. അല്ല, മൃഗമാണ്. മൃഗത്തിനേക്കാളും അധപ്പതിച്ച് കിടക്കുകയാണ് ഇവരുടെ ദൃഷ്ടിയിൽ. അപ്പൊ ഏതായാലും ശരി. അപ്പൊ ഇ.കെ. പരിഹസിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു സിറാജിന്റെ ഉദ്ഘാടനത്തിന്റെ. ഡെമോക്രാറ്റിക് MDPയുടെ ഉപദേശ സമിതി മെമ്പർ കൂടിയായ ഇ.കെ. പ്രഖ്യാപിച്ചു. ലീഗ് വിരോധിയാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിഭാഗം സുന്നികൾ ചേർന്ന് പുറത്തിറക്കുന്ന സിറാജ് ദിനപത്രത്തിന്റെ ആ ഒരു വിഭാഗം സുന്നിയാരാണ്? APEക്കാണ്. അവരൊപ്പം ഉള്ളവരും കോട്ടുമല ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, അവരൊക്കെ തന്നെയാണ്. ഒരു വിഭാഗം സുന്നികൾ ചേർന്ന് പുറത്തിറക്കുന്ന സിറാജ് ദിനപത്രത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ഇ.കെ. എന്നിട്ട് റിപ്പോർട്ട് മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു. MDP സംസ്ഥാന ഭാരവാഹികളായ ഹംസ മുസ്ലിയാർ, സി ഐദർ ഹാജി, അത് ശരിയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ആ പാർട്ടിൻ്റെ നേതാവാന്നാണ് പറയേണ്ടത്, MDPൻ്റെ ഉപദേശക സമിതി അംഗം AP അബൂബക്കർ മുസ്ലിയാർ. അതുവരെ കേരളത്തിലുള്ളവർക്ക് കേട്ട് കേൾവില്ല, പിന്നെയും കേട്ട് കേൾവില്ല. AP അബൂബക്കർ മുസ്ലിയാർ അതിൻ്റെ ഉപദേശ സമിതി മെമ്പറാണ് എന്നുള്ളത്. ഇ.കെ. തന്നെ മെമ്പറാണല്ലോ, പിന്നെ AP ഉസ്താദ് മെമ്പറാകണമെങ്കിൽ അത്ഭുതമല്ലല്ലോ. അപ്പം ഇങ്ങനത്തെ പച്ചക്കളവുകളും പരിഹാസങ്ങളുമാണ് ഇ.കെ. കുറിച്ച്, AP ഉസ്താദിനെ കുറിച്ച് അന്ന് തന്നെ ഇവർക്ക് അങ്ങനെ. കാരണം ഇ.കെനെ പിന്തുണച്ചു എന്നുള്ളതാണ് APക്കുള്ള അന്നുള്ള കുറ്റം. അപ്പോൾ അവരെ റിപ്പോർട്ടാണത്. എന്നിവർ ചേർന്ന് ഉദ്ഘാടനത്തിയവരെ സ്വീകരിച്ചു. ആലിക്കുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഇത് ചന്ദ്രിക ദിനപത്രം സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ 1984 ഏപ്രിൽ 30 പത്രത്തിലാണ് ഇത് വായിക്കാനാവുക. അപ്പം ഇങ്ങനെ ഇ.കെയെ വളരെ മോശമായി അവഗണിക്കുകയും ശംസുലുലമ പോയിട്ട് ഒരു ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന പേര് തന്നെ ഫുള്ളായി പറയാൻ താല്പര്യമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ചന്ദ്രിക എന്ന് പറയുന്ന ലീഗിൻ്റെ മുഖപത്രം ആരും കൊണ്ടുവരേണ്ടതില്ല. ചന്ദ്രിക ലീഗിൻ്റെ മുഖപത്രം തന്നെയായിരുന്നു അന്ന്. പക്ഷെ ലീഗല്ല, ലീഗിൻ്റെ തിട്ടൂരത്തിന് അനുസരിച്ച് നിൽക്കൂല, അതുകൊണ്ട് ഇ.കെ. പണ്ഡിതനല്ല, ലീഗ് വിരോധിയാണ്, അതുപോലെ ആദരിക്കപ്പെടേണ്ടവനല്ല എന്നൊക്കെ അവർ മനസ്സിലാക്കി അവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. എന്നാൽ പിന്നെ ഈ തീരുമാനം മാറ്റി. ഇ.കെക്ക് നല്ല കാലുമാറ്റം സംഭവിച്ചു. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പുതിയ തലമുറ 45-50 വയസ്സിൻ്റെ താഴെയുള്ളവർക്കൊന്നും ഈ കഥ അറിയില്ല.
അപ്പോൾ ഈക്ക കാല് മാറിയിക്കണോ, ഈക്ക ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയിക്കണോ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അവരുടെ അറിവിലേക്കാണ് പറയുന്നത്. ഈ 85-ന് ശേഷമാണ് ഈ സമസ്തയുടെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് വഹാബികളേറ്റ് പങ്കെടുക്കാൻ പാടില്ല എന്ന് ഈക്ക സിറാജിന്റെ ഉദ്ഘാടനത്തിന് പോലും പറഞ്ഞു എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്തത്. അങ്ങനത്തെ ഈക്ക വഹാബി നേതാവാകുന്ന തബ്ലീഗിന്റെ ആശാനാകുന്ന അലി നദ്വിയോട് കൂടെ, അലി ഹസൻ നദ്വിയോടുകൂടെ മുതലക്കുളത്ത് ശരീഅത്താണ്ട് സംരക്ഷിച്ചു. അപ്പോൾ മൂപ്പര് സംരക്ഷിച്ചപ്പോൾ മുജാഹിദുൽ ഇസ്ലാം എന്ത് ചെയ്തു? 3 തലാഖ് അല്ലാലും ഒന്നേ ആവുള്ളൂ എന്ന് കണ്ട് ശരീഅത്താണ്ട് പൂർണ്ണമാക്കി. ഈ രീതിയിൽ സുന്നികൾ മറ്റവരോടൊപ്പം കൂടിയാൽ അപകടമാണെന്ന് പറഞ്ഞ് 2 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. 2 കൊല്ലം മുമ്പ് പറഞ്ഞ് അത് അപ്പോഴേക്കും അദ്ദേഹം ലംഘിച്ചു. അങ്ങനെയാണ് കാലുമാറ്റം ഉണ്ടായത്. അപ്പോൾ മുമ്പത്തെ സമസ്തയുടെ മുഴുവൻ നിലപാടുകളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം മറുകണ്ഠം ചാടി ലീഗിന്റെ ഇഷ്ടപുത്രനായി ലീഗ് കൊണ്ടുവരുന്ന പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക, ലീഗ് തീരുമാനിക്കുന്നത് സമസ്തയിലൂടെ നടപ്പിലാക്കുക. ഇപ്പോൾ നമ്മളെ മോഡി എഴുതി കൊടുക്കുന്നത് കോടതി നടപ്പിലാക്കുന്നതൊക്കെ പോലെ ആ രീതിയിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ അദ്ദേഹം ഈക്കയല്ല, മൃഗമല്ല, ശംസുൽ ഉലമയാണ്. പിന്നെ ആ വാക്ക് കൂട്ടാതെ അവർക്ക് പറയാൻ കഴിയില്ല. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ശംസുൽ ഉലമ എന്ന വിളി 85-ന് മുമ്പ് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് വിളിച്ചിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ കഴിയുമോ? ഇപ്പൊ ഈക്കെ അബൂബക്കർ മുസ്ലിയാരെ ആദരവോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന അബ്ദുസമദ് പൂക്കോട്ടൂരുണ്ടല്ലോ, ഇവരുടെ കളവ് പറഞ്ഞ് പ്രസംഗിക്കണ അദ്ദേഹമോ, അമ്പലക്കടവ്, കൂടത്തായി, സിംസാറ്, സമദാന്, കോട്ടുമല വാപ്പു മുസ്ലിയാർ, വെളിമുക്ക് ബാവ മുസ്ലിയാർ, പുത്തനൈ, വാക്കോട് BP മുഹമ്മദ് ഫൈസി കുറ്റാളൂർ, കൂറ്റനാട് KV ജിഫിരി തങ്ങൾ, ചെറുശ്ശേരി ആലിക്കുട്ടി മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട്ടെ മറ്റു തങ്ങന്മാർ, ബഹാവുദ്ദീൻ കൂരിയാട്, ബഷീർ മുസ്ലിയാർ ചേറൂര്, KK അബൂബക്കർ ഹസ്രത്ത്, KT മാന മുസ്ലിയാർ, നാട്ടിക, മാണിയൂർ തുടങ്ങിയ ചേളാരി മുഷാവറയിലും അതിൻ്റെ കീഴടകങ്ങളിലും അവരുടെ അനുയായികളിലും ഉൾപ്പെട്ട മരണപ്പെട്ടവരോ ഇന്നും ജീവിച്ചിരിക്കുന്നവർ 1985 നവംബർ 13-ന് മുമ്പ് ഈക്കയെക്കുറിച്ച് ശംസുൽ ഉലമ എന്നോ അദ്ദേഹത്തിന് ബഹുമാനവും ആദരവും ചാർത്തുന്ന ഏതെങ്കിലും പദപ്രയോഗമോ നാമമോ വിശേഷണമോ എഴുത്തിലോ പ്രസംഗത്തിലോ അബദ്ധത്തിലെങ്കിലും പ്രയോഗിച്ചതായി രേഖയുടെ അകമ്പടിയോടെ തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നതാണ് വെല്ലുവിളി. 85-ന് മുമ്പ് ഇന്നിപ്പോൾ അലറുന്ന സമദ് പൂക്കോട്ടൂരൊക്കെ ഉണ്ട്, അന്നുണ്ട്, കൊച്ചായിട്ടുണ്ട്, പ്രസംഗിക്കുന്ന ആളായിരുന്നു. അന്നൊക്കെ ആ രീതിയിൽ ശംസുൽ ഉലമ എന്ന് ഇവർ വിളിച്ചിട്ടുണ്ടോ? ഈക്കയെ കണ്ടാൽ തിരിഞ്ഞു കളയുന്ന സ്വഭാവക്കാരായിരുന്നു ഈ പേര് പറഞ്ഞ ആളുകളൊക്കെ 85-ന് മുമ്പ്. ഇപ്പോൾ 85-ന്റെ മുമ്പുണ്ടായിരുന്ന അതിൽപ്പെട്ട മഹാഭൂരിഭാഗവും മരണപ്പെട്ടു പോയി. അവർ അതിൻ്റെ ശേഷം ശംസുൽ ഉലമ എന്ന് പാലും തേനും കൂട്ടി വിളിച്ചു. അപ്പം മാനദണ്ഡം എന്തായിരുന്നു? ലീഗിൻ്റെ ഇഷ്ടപുത്രനായി. അപ്പം എല്ലാത്തിനും മാനദണ്ഡം ലീഗാണോ അല്ലേ എന്നാണ്. അത് നമുക്കറിയാലോ. ഒരു കാലത്ത് സേട്ടു സാഹിബിൻ്റെ വാക്ക് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ മുദരിസുമാരെ പിരിച്ചിട്ടിരുന്നു മഹല്ലുകളിൽ നിന്ന്. അങ്ങനത്തെ സേട്ടു ലീഗിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹം മെഹബൂബെ മില്ലത്തായിട്ട് വിലയിരുത്തപ്പെട്ടിരുന്ന, പ്രശംസിച്ചിരുന്ന ആളാണ്. ലീഗിലെ ഏറ്റവും വലിയ നേതാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരും യുവജനങ്ങളുടെ ആവേശമൊക്കെ ആയിരുന്നു. അദ്ദേഹം ലീഗിൽ നിന്നാണ് പോയപ്പോൾ പിന്നെന്തുണ്ടായി? അദ്ദേഹം മക്രൂഹെ മില്ലത്തായി. മെഹബൂബെ മില്ലത്ത് പോയിട്ട് മക്രൂഹെ മില്ലത്തായി. മാനദണ്ഡം എന്താണ്? ലീഗായില്ല, ലീഗ് വിട്ടു. ലീഗ് വിട്ടാൽ പിന്നെ അവൻ്റെ ഈമാൻ പോയല്ലോ. ഇതാണ് ഇവരുടെ സമീപനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ചേളാരികളിൽ ഇവർ പ്രകടിപ്പിക്കുന്ന ഈ ശംസുൽ ഉലമ പ്രയോഗം, ഇവർക്ക് ശംസുൽ ഉലമയുടെ ആത്മാർത്ഥമായിട്ട് ആദർശത്തിൻ്റെ സുന്നിസത്തിൻ്റെ പേരിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ അന്നാണല്ലോ അവർ പ്രയോഗിക്കേണ്ടിയിരുന്നത്. ഈ 85-ന് ശേഷം മാത്രം അദ്ദേഹം എന്തെങ്കിലും കോഴ്സിന് ചേരുകയോ സർട്ടിഫിക്കറ്റ് നേടുകയോ ശംസുൽ ഉലമ പട്ടത്തിന് പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്. അപ്പം അതൊന്നുമില്ല. അപ്പം മാനദണ്ഡം മാറി, കാലുമാറ്റം സംഭവിച്ചു. അതോടുകൂടെ അതുവരെയും കൊള്ളരുതാത്ത ആള് ഇഷ്ടപുത്രനായി മാറി. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ 85-ന് മുമ്പ് പരമാവധി AP ഉസ്താദിനെ ഇവർ പീഡിപ്പിച്ചതിലേറെ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനിക്ക് സുന്നികളോട് കളിച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞു. മുസ്ലിമും ഇസ്ലാമും ഇല്ലാതെ എന്ത് മുസ്ലിം ലീഗടാ എന്തടാ എന്ന് വരെ ഈക്കെ അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. അത് പുളിക്കലിൽ ഞാൻ നേരത്തെ പറഞ്ഞ MLA അദ്ദേഹം സുന്നികളെ വോട്ട് വാങ്ങിക്കൊണ്ട് മുജാഹിദ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഞാൻ വഹാബിസത്തിന് വേണ്ടി ചിന്തുന്നു.
അതിനുള്ള ഊർജം കൊടുത്തത് ആരാണ്? സുന്നികൾ. എങ്ങനെയാണ് സുന്നികൾ കൊടുത്തത്? ലീഗാണ്ട് ഊറ്റിയെടുത്തു, എന്നിട്ട് അദ്ദേഹത്തിനാണ്ട് കൊടുത്തു. ഇതിൽ മനം നൊന്ത അദ്ദേഹം സുന്നികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് സുന്നികൾക്കെതിരെ നീങ്ങുന്ന ഇവരെയൊക്കെ പാഠം പഠിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപന പ്രസംഗങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട്. ഒന്നിന്റെ സാമ്പിൾ നിങ്ങൾക്ക് കേൾക്കാം. ഞങ്ങൾ അകന്നിരിക്കുകയാണ്. രാഷ്ട്രീയം ഞങ്ങൾക്കറിയില്ല എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾക്ക് അറിയാം രാഷ്ട്രീയം അതിന്നതാണ്, അതിന് വരിയുന്നുണ്ട് എന്നതാണ് സംഭവത്തിൽ. ഭൂയത്തിനായത്തിന്റെ കക്ഷി വീടിൽ മൂന്നാളുകൾ ചുമത്തിയില്ല. നമ്മളെ അധികാരത്തിൽ പോകാം എന്നിട്ട് നമ്മൾ തീർച്ചയായിട്ട് കയറി നിന്നുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യുന്നത് അവർ എന്തെങ്കിലും നാം ശരിക്ക് കണ്ടതാണ്. നാം അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതിനകത്ത് ഞങ്ങൾ ഏത് പാർട്ടി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് മതമില്ല, മതമില്ല, ഞങ്ങൾക്ക് കോൺഗ്രസുമില്ല, കമ്മ്യൂണിസ്റ്റുമില്ല. ഞങ്ങളുടെ വഹാബിയുണ്ട്. ആ വഹാബി എങ്ങനെയായിരുന്നാൽ ഞങ്ങളോട് പോയിട്ട് ഞങ്ങൾ അതിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാണ് ഞങ്ങളുടെ നേതാക്കളും തന്നെ നേതാക്കളെ സംഘടിപ്പിച്ചത്. ഈ സംഗതി ഞാൻ വളരെ വ്യക്തമായ നിലക്രികളെ അറിയിക്കുകയാണ്. വളരെയധികം നാം ശ്രമിച്ച് അങ്ങേയറ്റം വെല്ലുപ്പൊടി എത്തിക്കഴിഞ്ഞിരിക്കുന്ന സമയം എന്ന് തന്നെ പറയാൻ പറ്റും. ആകയാൽ ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, ഇതുവരെ ഇല്ല, ഇവയൊന്നും ഇല്ല. ഞങ്ങൾ അതിന്റെ ഭംഗം വരാത്ത നിരക്ക് ആരും ഞങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യും. അത് ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അവൻ ഹിന്ദുജമാനത്തിനെ സഹായിക്കാൻ മതി. ഹിന്ദുക്കൾക്ക് നല്ല സംഗതിയും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാക്തത്വം ചെയ്യണം. അത് താല്പര്യപ്പെടുത്തതായിട്ട് വരും. അതിന്റെ സന്ദർഭവും വന്നെത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളാം. രാഷ്ട്രീയക്കാർ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ലീഗ് സുന്നികളുടെ വോട്ട് വാങ്ങി ലീഗ് സുന്നികളെ ശല്യം ചെയ്തു. അഥവാ ഈ സീതിയാജി പോലുള്ള വഹാബികളെ മുഴുവൻ ആളുകളും കണ്ട് കയറ്റില്ലായിരുന്നവര്, നഹനി അതുപോലത്തെ ഉള്ള ആളുകളൊക്കെ ടോപ്പിലുള്ള മുഴുവൻ ആളുകളും വഹാബികൾ. എന്നിട്ട് അവർ ഇഷ്ടംപോലെ സ്കൂളും കോളേജുകളൊക്കെ ലീഗിന്റെ കെയർ ഓഫിലൂടെ വഹാബിസത്തിന് പിടിച്ചു കൊടുക്കുന്നു. സ്കൂൾ പാഠപുസ്തകത്തിന്റെ അറബിയിൽ മുഴുവനും വഹാബി മൗലിദ് ഓതുന്നു, ഈ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇവർ ചെയ്ത് വേണ്ടാത്ത പലതും കണ്ടപ്പോൾ സമസ്തയുടെ നേതാക്കളിൽ അന്നത്തെ പ്രഗത്ഭനായ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ ഈ വഹാബികളൊക്കെ വളർത്തിയത് ഈ പാർട്ടിയാണ്, അതുകൊണ്ട് എതിരെ പ്രവർത്തിക്കും എന്ന് വരെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ വഹാബിയെ വളർത്തുന്ന ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഒരു കാഫർ മത്സരിച്ചാൽ ഞങ്ങൾ ആ വഹാബിക്കെതിരെ കാഫറിനെ മത്സരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കും ഒരു കരാറോടുകൂടെ എന്ന് വരെ EK പ്രഖ്യാപിച്ചതാണ് ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു? ലീഗിനെതിരെ അദ്ദേഹം നടത്തിയ പടയോട്ടമായിരുന്നു. അന്നൊക്കെ അദ്ദേഹം മൃഗത്തിനേക്കാൾ അതപ്പതിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തി ആദ്യം മുസ്ലിം ആവണം, പിന്നെ ഇസ്ലാം, പിന്നല്ല ലീഗ് മുസ്ലിം ആവാതെ എന്ത് ഇസ്ലാമടോ എന്നല്ല ചോദിച്ചത്, പിന്നെ എന്ത് ലീഗടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവർ മാറ്റി നിർത്തിയത്. അതിന് അദ്ദേഹം പിന്തിരിഞ്ഞപ്പോൾ ലീഗിനെന്തപ്പോൾ ലീഗിൻ്റെ ആളായാലും പിന്നെ എല്ലാം പൊറുക്കപ്പെടുമല്ലോ, ഇസ്ലാമിന് മുമ്പുള്ള എല്ലാം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ലീഗായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല, അതുവരെ മൃഗമാണെങ്കിലും ഇപ്പോൾ ശംസുലുലമ ആവും. അങ്ങനെയാണ് അവരുടെ തിയറി. ശംസുലുലമയെ പൊറുപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. അന്ന് EK അബൂബക്കർ മുസ്ലിയാർ ലീഗിൻ്റെയും ലീഗ് നേതാക്കളുടെയും ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങളെ മുഴുവനും എതിർത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കണ്ണിലെ കരടായിരുന്നു. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന CH മുഹമ്മദ് കോയ, അദ്ദേഹത്തിൽ നിന്ന് മതപരമായിട്ട് വിരുദ്ധമായ ഒരു പരാമർശം വന്നതിൻ്റെ പേരിൽ ഒരിടത്ത് വെച്ച് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു, മന്ത്രി പാലത്തിൻ്റെയും മറ്റുമൊക്കെ പണി നോക്കിയാൽ മതി, മതത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയാൻ പണ്ഡിതന്മാരുണ്ട് എന്ന് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശം എവിടെയോ അദ്ദേഹം നടത്തിയതിൻ്റെ പേരിൽ EK അബൂബക്കർ മുസ്ലിയാർ ക്ലോസ് ചെയ്തു. ജാമ്യൻ്റെ സമ്മേളനത്തിൻ്റെ ആ സമയത്താണത്, ആ നടക്കുന്നതിന് കുറച്ച് മുമ്പായിക്കൊണ്ട്.
അപ്പോൾ അതിനുള്ളൊരു സുവർണാവസരമായിട്ട് ജാമിയ സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആളാണല്ലോ സി എച്ച് മുഹമ്മദ് കോയ ആ സമ്മേളനത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, പണ്ഡിതന്മാർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാകരുത്. അത് ആരുദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിനെ തിരുത്തുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നമ്പർ 1, മറ്റ് സത്യം പറയുന്ന ലീഗിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്ത് ജനമധ്യത്തിലെത്തിക്കുന്ന മറ്റു പണ്ഡിതന്മാർ 2ഉം 3ഉം ഒക്കെ സ്ഥാനങ്ങളിലായി ഇങ്ങനെ തുടർന്നായിട്ട് എഴുതി പോകാം. ഒന്നാമതായി അദ്ദേഹം ഉദ്ദേശിച്ചത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഈ മന്ത്രി പാലത്തിന്റെ പണിയെടുത്താൽ മതി എന്നതിനുള്ള മറുപടി ആയിട്ടാണ് പണ്ഡിതന്മാർ അതും ഇതൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട, അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാകരുത്, ഞങ്ങൾ ഓതി തന്ന കിതാബ് അങ്ങോട്ട് പഠിച്ചാൽ മതി എന്ന അർത്ഥത്തിനാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊക്കെ ഒരു അദ്ദേഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. സി എച്ച് ഒക്കെ മരിക്കുന്നത് ഏകദേശം 1983 എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയം വരെയും അദ്ദേഹമോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരു കുട്ടി പോലും ശംസുൽ ഉലമ എന്ന പ്രയോഗം വായിൽ നിന്ന് ഉറക്കത്തിൽ പോലും വന്നിട്ടില്ല, പിച്ചും പേയും പറയുമ്പോൾ പോലും. അപ്പം അതാണ് അതിൻ്റെ വസ്തുത എന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. സമസ്ത സമ്മേളനമൊക്കെ കഴിഞ്ഞ് മുസ്ലിം ജനസാമാന്യം ഈ പണ്ഡിതന്മാരുടെ കീഴിലാണ് എന്നുള്ളത് പൊറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ചാക്കിലാക്കുന്നത്. അങ്ങനെ 85 ഫെബ്രുവരി 3 സമ്മേളനം കഴിഞ്ഞു. അതിൻ്റെ അലയലുകളൊക്കെ മാറി ഏകദേശം നവംബർ 13 ആയപ്പോഴാണ് ഈ മുതലക്കുളത്ത് ഈ പറയുന്ന നദവി വരുന്നത്. അപ്പം അന്ന് മുതൽ നമ്മൾ ശംസുൽ ഉലമയെക്കുറിച്ച് നമ്മൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ അവകാശം മുഴുവനും പേറ്റന്റ് മുഴുവനും കൊണ്ടുപോയി മറ്റുള്ളവർ. അപ്പോൾ ഈ പറഞ്ഞു വന്നത് അവർക്ക് ശംസുൽ ഉലമ അപ്പോഴേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് മൃഗം മതപ്പതിച്ച് കിടക്കുന്ന ഒരു സാധനമായിട്ടായിരുന്നു വിലയിരുത്തിയിരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നാൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് 85 ശേഷം ഈ പറയപ്പെട്ട പേര് പറഞ്ഞ ആളുകളൊന്നും തന്നെ അതിനു മുമ്പ് അവരാരും ശംസുൽ ഉലമ എന്ന അബദ്ധത്തിൽ പോലും വന്നിട്ടില്ല. എന്നാൽ അന്നും ഇന്നും ശംസുൽ ഉലമ എന്ന് വാക്കുകൊണ്ടെങ്കിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ടേനെ പറയുന്നതിൽ എ.പി. അബൂബക്കർ മുസ്ലിയാരെയും അതുപോലെ ഉള്ളാൾ തങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന ആളുകളും അവരും അവരണികളും മാത്രമാണ് അന്നും ഇന്നും എന്നും ശംസുൽ ഉലമ എന്നും ഇ.കെ. ആദരവോടെയും കണ്ടിട്ടുള്ളത്. അതാണിപ്പോൾ മക്കബറ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പോകാറുണ്ട്, സൗഹാർദ്ദം പങ്കിടാറുണ്ട്, അതിനൊന്നൊരു പ്രശ്നമൊന്നുമില്ല. അതേസമയം ഇവർ കുപ്രചനങ്ങൾ അയച്ചുവിട്ടിട്ട് മുസ്ലിം സമുദായം എങ്ങനെയെങ്കിലും സുന്നികളൊന്ന് ഐക്യമാവട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അതിനെപ്പോലും നിരാകരിക്കുന്ന ഈ കുട്ടി ശജറ നേതാക്കന്മാർ, അവരുടെ ഇടപെടലുകളാണ് ഇതിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് സുന്നി ഒന്നായാൽ വേദന ആർക്കുണ്ടാകുക എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ ചാൻസലർമാരെ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചരടുവലി നടത്തിപ്പിക്കുകയാണ് ഐക്യമാകാതിരിക്കാൻ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഐക്യ ചർച്ചൻ്റെ പ്രതിനിധികളായിട്ടൊക്കെ മുമ്പ് 5 കൊല്ലം മുമ്പ് നടന്ന ചർച്ചയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നല്ലോ. അപ്പം ഇതാണ് അവിടെയൊക്കെ നടക്കുന്ന അവസ്ഥകൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇ.കെ. ശംസുൽ ഉലമ ആയത് 85 ശേഷമാണ് ഇവർക്ക്. നമുക്ക് മുമ്പും ശേഷവും ശംസുൽ ഉലമ തന്നെയാണ്. അപ്പോൾ ഇവരെ മാനദണ്ഡം ലീഗിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നതാണ്. ഈ ലീഗിനെ കുറിച്ച് പഴയ കാലത്ത് എന്തൊക്കെയാണ് ഇ.കെ. പറഞ്ഞിട്ടുള്ളത്? ഇത് ഇസ്ലാമിക ജമായത്തല്ല, മുസ്ലിം ജമായത്തല്ല, ഉപ്പിയുടെയും സീതിയുടെയും ബാഫക്കി നീളം കുപ്പായത്തിൻ്റെയും മുസ്ലിം ജനാബത്താണ് മുസ്ലിം ലീഗ് എന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ചു എന്ന് CHന്റെ അനുസ്മരണം എഴുതിയ MC വടകര ആദ്യം ഇറക്കിയ പുസ്തകത്തിൽ അതൊക്കെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഇറക്കിയപ്പോൾ അന്ന് ഇ.കെ. അപ്പുറത്താണ്. പക്ഷേ ഇ.കെ. മറുകണ്ഠം ചാടിയപ്പോൾ പിന്നെ ആ ഉദ്ധരണിവിടെ കാണാൻ പാടില്ലല്ലോ. പിന്നെ അടുത്ത പതിപ്പിൽ അത് തിരുത്തി. പക്ഷെ മുമ്പ് പുസ്തകം വാങ്ങിച്ചവരിപ്പോഴും ആ പുസ്തകം സൂക്ഷിക്കുന്നവരുണ്ട്, അതിൻ്റെ ഫോട്ടോ കോപ്പി വിതരണം ചെയ്യുന്നവരുണ്ട്. അപ്പം ഇത്രമാത്രം ലീഗിനേറ്റ് അടരാടിയിരുന്ന ഒരു മനുഷ്യൻ, മുസ്ലിം ജനാബത്താണ് ലീഗ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മൃഗം ആകാതിരിക്കും ഇവർക്ക്. അതൊക്കെ തിരുത്തി മുസ്ലിം ലീഗും ദീനും ലീഗും ഒന്ന് തന്നെയാണ് എന്ന് പിന്നെ പറയാൻ വന്നു അദ്ദേഹം. ഈ കാലുമാറ്റം ഉണ്ടായതിന് ശേഷം ലീഗും ദീനും ഒന്ന് തന്നെയാണ് എന്ന് കാസർഗോഡ് വെച്ച് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ രേഖ കൂടി നമുക്ക് കാണിക്കുക. ഇതിൽ കാസർഗോഡ് വെച്ചാണ് പറയുള്ളത്. അപ്പം അതൊരു വിവാദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു ശിഷ്യനാവുന്ന ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖുന പറഞ്ഞത് ലീഗും ദീനും ഒന്നാണ് എന്നല്ല, ലീഗും ദീനും രണ്ടല്ല എന്നാ പറഞ്ഞതെന്നാ. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയും. പക്ഷെ അദ്ദേഹത്തിനക്ക് ആ മൂജബീൻ സാലിബീൻ മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആത്മാർത്ഥമായിട്ടല്ല ലീഗുകാരും ചേളാരി വിഭാഗവും ഇ.കെയെ ബഹുമാനിക്കുന്നതും ശംസുൽ ഉലമ എന്ന് വിളിക്കുന്നതും. അവർ ലീഗിൻ്റെ കെയർ ഓഫിലായി എന്നതിൻ്റെ പേരിൽ മാത്രമാണ്.
അതിൻ്റെ തെളിവ് 85-ന് മുമ്പ് ലീഗിനായിട്ട് അടരാടിയിരുന്ന ഇ.കെയെ മനുഷ്യനായി കാണാൻ പോലും തയ്യാറില്ലാത്ത മൃഗമായി കണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ഇവർ. ഇത് ചരിത്രത്തിൻ്റെ പിമ്പലത്തോടെ എന്തെങ്കിലും വിളിച്ചവരല്ല. മാപ്പിളനാടിൻ്റെ കോപ്പികളൊക്കെ ഇപ്പോൾ ഹാജരാക്കുക. അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ അവഗണിച്ചു എന്നുള്ള ചന്ദ്രകൻ്റെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. സിറാജ് പത്രം ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ തന്നെ എത്ര പരിഹാസമാണ്. അദ്ദേഹം MDPയുടെ ഉപദേശക സമിതിയാണ് ചെയർമാൻ എന്നാണ് വരെയൊക്കെ പറയുന്നത് പലപ്പോഴും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ പുതിയൊരാളായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടാവും. കാലുമാറ്റം വെറുതെ സംഭവിക്കുമല്ലോ. വ്യക്തമായ രീതിയിലുള്ള വിലക്കെടുക്കൽ അവിടെ നടന്നിട്ടുണ്ട് എന്ന് അക്കാലത്ത് എല്ലാവരും പറഞ്ഞിരുന്നതാണ്. ഇപ്പം പിന്നെ അത് ഒരു മരണപ്പെട്ടതിന് ശേഷം നമ്മളതൊന്നും പറയാറില്ല. പറയിപ്പിക്കുമ്പോൾ മാത്രമേ ആ കഥകളെ അനുസ്മരിക്കാറുള്ളൂ. അതിനുവേണ്ടി പലപ്പോഴും ശ്രമിക്കാൻ അപ്പുറത്തുള്ള ആളുകളുടെ അവതരണങ്ങൾ കാരണമാകുന്നുണ്ട്. മറുപടി പറയാൻ നിർബന്ധമാകുമ്പോൾ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നയവൈകല്യങ്ങളിലൊക്കെ പ്രതിഷേധിച്ച് തന്നെയാണ് സമസ്ത മുശാവറയുടെ ഒരു യോഗത്തിൽ നിന്നും 12 ആളുകൾ ഇറങ്ങിപ്പോകുന്നത്, എന്നിട്ട് ജനറൽ ബോഡി വിളിച്ച് സംഘടന പുനഃസംഘടിപ്പിച്ചത് എന്നതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ കഥകളായി വിട്ട് മരിച്ചവരങ്ങനെ ആ പാട്ടിനെ വിട്ടിട്ട് ഇനിയും അവരെ കഥകൾ കൂടുതൽ അനുസ്മരിക്കാതെ ആവശ്യമുള്ളിടത്ത് മാത്രം പറയുക എന്നൊരു സമീപനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് പറഞ്ഞേ തീരൂ, ഇ.കെയെ ഇങ്ങനെ നിന്ദിച്ചേ തീരൂ എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് എങ്കിൽ പിന്നെ പറയല്ല നിർവാഹമില്ലല്ലോ. ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കുന്നു. കാരണം പറയിപ്പിച്ചവർക്കാണ് അതിൽ ഉത്തരവാദിത്വം. അപ്പം കേവലം ഒരു നല്ല മനുഷ്യനായി കാണാൻ പോലും ഇവർ തയ്യാറായിരുന്നില്ല. ലീഗുകാർ മാത്രമല്ല, ഇന്നത്തെ ചേളാരികളിൽ പ്രായം ചെന്നവരും മരിച്ചുപോയവരുമായ എല്ലാവരും ആ സമീപനത്തിലുള്ളവരായിരുന്നു. അന്ന് ഒരൊറ്റ കുട്ടി പോലും ഒരു ബഹുമാനപ്പെട്ട ഷെയ്ഖുന എന്ന് പറയാൻ ഇവർ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ, അതുവഴി അദ്ദേഹം കാലം മാറിയപ്പോൾ എ പി ഉസ്താദിൻ്റെ കൂടെ നിന്നു. 1 2 കുറച്ച് ആളുകൾ അപ്പുറത്ത് നിന്നു മാത്രം. അതെവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ വസ്തുത എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ കാലത്തും ഇപ്പോൾ പുതിയ തലമുറ, ഒരു 50 വയസ്സിന് താഴെയുള്ള തലമുറ മനസ്സിലാക്കും ഇതൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ചുണ്ടായൊരു വിഷയമാണ്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായതാണ്, ഒക്കെ ഇവരാണ് പഴയ ആൾക്കാർ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇതിൻ്റെ അന്തരാളങ്ങളിൽ ഇങ്ങനെയാണ്. ഇ.കെ ശക്തമായി എതിർത്ത വിഭാഗമാണ് ഈ മലപ്പുറം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചേളാരി, ഈ ലീഗും. അപ്പോൾ അദ്ദേഹം സുന്നത്ത് ജമാഅത്ത് കണിശമായി പറഞ്ഞതായിരുന്നു ലീഗിന് പറ്റാത്തത്. ആ വസ്തുതകൾ എല്ലാവരും ഉൾക്കൊള്ളണം. അപ്പോൾ ഇ.കെൻ്റെ പേരിലും കണ്ണിയത്തിൻ്റെ പേരിലും കുറേ കളവ് പറഞ്ഞു കണ്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ച് പലതും കോടതി കയറ്റി മറ്റൊക്കെ പറയാറുണ്ടല്ലോ. അവർക്കൊക്കെ വായടപ്പം മറുപടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കണം. ഇവരുടെ വഞ്ചനകളിൽ ഇപ്പോൾ പ്രത്യേകമായി 100-ാം വാർഷികം പ്രഖ്യാപിച്ചതോടുകൂടി ഇവർക്ക് ഹാരളകിയിരിക്കുന്നു. 100-ാം വാർഷികം ഏകപക്ഷീയമായി അവരൊരുപാട് കാലം സംസ്ഥാനം ഉറഞ്ഞുതുള്ളുമായിരുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ അത് പറയാറുള്ളൂ. പക്ഷെ 100-ാം വാർഷികം വന്നപ്പോൾ പിന്നെ അത് ആഘോഷിക്കണമല്ലോ. അതിനൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ഒരു ഹാലിളകി. ഇപ്പോൾ പറയുന്നതിനൊന്നും ലിമിറ്റില്ല. അവരെ ഐക്യം നമ്മളെ തകർത്തുകയെന്നാണ് പറയേണ്ടത്. ഐക്യത്തിൽ പോകുകയായിരുന്നത്രേ. രണ്ട് സമസ്ത ഉണ്ട് എന്ന് അവർ അംഗീകരിച്ചുകൊണ്ടാണ് ചർച്ചയ്ക്ക് വന്നത്. നമ്മൾ ഒരു സമസ്ത ഉള്ളൂ എന്ന് അംഗീകരിക്കണോ, ഇനി അവരും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരട്ടെ വിചാരിച്ചാണ് ചർച്ചയ്ക്ക് പോയത്. പക്ഷേ അവർക്ക് 100-ാം വാർഷികം ഇഷ്ടംപോലെ ആഘോഷിക്കുക. അപ്പോൾ ഒരു ഐക്യത്തിന് യാതൊരു തകരാറുമില്ല. നമ്മൾ 100-ാം വാർഷികം പ്രഖ്യാപിച്ചതുകൂടെ ഐക്യം മുഴുവനും തകർത്തവരായി. ഇതിപ്പോൾ എങ്ങനെയെന്ന് മനസ്സിലായിട്ടില്ല. അവരുടെ കുത്തകയാക്കി എവിടുന്ന് വെച്ചതാണ്? അസ്വാരസ്യം ഉണ്ടെങ്കിൽ കോടതിയിൽ പോവോ? നിങ്ങളാണ് അസല്, നിങ്ങൾക്കടുത്താണ് കൊടിയും രേഖകളൊക്കെ ഉള്ളതെങ്കിൽ കോടതിയിൽ പോയിട്ട് ഒരേ പേരിൽ 2 സംഘടന പ്രവർത്തിക്കാൻ അനുവദിക്കില്ലല്ലോ. അതെന്താ പോകാത്തത്? അപ്പോൾ അവിടെയാണ് ആർജവം കാണിക്കേണ്ടത്. ഇങ്ങനെ പാരമ്പര്യം അവരങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു എന്നൊക്കെ തെറ്റിദ്ധരിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടീസാക്കിയത് കൊണ്ട് വിജയിക്കും തോന്നുന്നില്ല. ഇനി മുന്നോട്ട് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതൊക്കെ മുമ്പ് കാലത്ത് പത്രം വായിക്കാത്ത, കാലത്തിൻ്റെ ചുമരത്ത് വഹിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്ന അക്കാലത്ത് പലതും പറഞ്ഞ് പറ്റിച്ച് നടത്താമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ വിജയിച്ചു പോകുന്നത്. ഓരോ മഹല്ലുകളിലും എല്ലാവരും കൂടി ഉണ്ടാക്കിയ മദ്രസ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ചേളാരി ബോർഡിന് എഴുതി കൊടുത്ത് നിങ്ങളുടെ ഏകാധിപത്യവും നിങ്ങളുടെ കൈത്താങ്ങും, കേസ് കൊടുക്കാനുള്ള പൈസക്കുള്ള കൈത്താങ്ങും മറ്റൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി ഒരുപാട് ദുരൂഹമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു. നിരാക്ഷേപം, പലരും അതിൽ ഇടപെടാതെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ തറവാട് സ്വത്താണ് ഈ സമസ്ത എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് 2026 നടക്കുന്ന ഐതിഹാസികമായ സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തോടു കൂടെ നിങ്ങളെ ഞങ്ങൾ പിണ്ടം വെക്കാൻ നിങ്ങളങ്ങനെ ഒരു വിഭാഗം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണില്ലല്ലോ. നിങ്ങൾ ഇവിടുത്തെ ചരിത്രത്തിലുണ്ടാവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. സത്യം മനസ്സിലാക്കണം, ആ മനസ്സിലാക്കിയിട്ട് അവതരിപ്പിക്കണം. അല്ലാതെ എല്ലാം
ഒരു മനുഷ്യനെ എതിർക്കാനും ഒരു പ്രസ്ഥാനത്തിനെ അവഹേളിക്കാനുമുള്ള ഒരു ചാകരയാക്കി സന്ദർഭമാക്കി ഉപയോഗിക്കരുത് എന്നാണ് അപ്പുറത്തുള്ള എല്ലാവരോടും പറയാനുള്ളത്. എല്ലാവർക്കും ഖൈർ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.